ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ ഇരിക്കുവാണോ? കോട്ട് എടുത്തില്ലേ? ഞാൻ എടുത്തരാം. ഞാൻ ബാഗ് എടുത്തു തരാം. ഇത് സത്യമായിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ഒരു താല്പര്യം തോന്നുന്നില്ല. എന്നെ ഒന്നും മനസ്സിലാക്ക്, പറയുന്നത് കേക്ക്. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇതങ്ങോട്ട് ഇട്ടെ പ്ലീസ്, എനിക്ക് വയ്യ. ആഹാ, ചേട്ടനെങ്കിലും ഇരിക്കാന്നോ? സമയമായി, വാ ഇറങ്ങാൻ പോവാം. എത്ര നേരമായി ഞാൻ ഈ കോട്ട് ഇടാൻ പറഞ്ഞോണ്ടിരിക്കുകയാണെന്നറിയോ? കേൾക്കണ്ടേ? എന്തു ഏട്ടാ, എന്തു പ്രശ്നം? എന്റെ മനസ്സ് ശരിയല്ല. ആ ഷോക്കിന്ന് ഞാൻ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ഓഫീസിൽ വന്നിരുന്ന് ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഈ തനിച്ചു പോയാൽ മതി. ചേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കല്ലേ. ഈ വീട്ടിലെ ആരുടെ മനസ്സിൽ ചേട്ടനെ പറ്റി വേണ്ടാത്ത ഒരു ചിന്തകളും ഇല്ല. ഇനി എനിക്ക് ചേട്ടന്റെ സ്നേഹം വേണം, കരുതലും വേണം, ഉപദേശവും വേണം. ചേട്ടന്റെ അഭിപ്രായം അറിയാതെ എനിക്ക് ഓഫീസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടൻ ഓഫീസിലോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോ അകറ്റി നിർത്തുന്ന എന്നെയല്ലേ? നമ്മളാരും ഏട്ടന്റെ ആരും അല്ലെന്ന് പറയാതെ പറയുമല്ലേ? നീ എന്തായി പറയുന്നത്? പിന്നല്ലാതെ ഇപ്പൊ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? ഒരു അനാഥനാണെന്ന് അറിയുന്നത് എന്റെ കാര്യത്തിലായിരുന്നെങ്കിലോ ഏട്ടൻ ആരും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകറ്റി നിർത്തുമായിരുന്നോ? എന്റെ ഏട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പഴയതിനേക്കാളും ഇരട്ടി സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചാണ്. ഏട്ടാ, എന്റെ അപേക്ഷയാ, ഇങ്ങനെ മാറി നിൽക്കരുത്. ഇത് ഏട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ഏട്ടനില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാനാവത്തില്ല, അതുകൊണ്ട് പറയുന്നതാ. ആത്മാർത്ഥമായിട്ട് തന്നെ. കേട്ടില്ലേ ഗൗതം? ഇതിൽ കൂടുതലൊക്കെ എന്ത് പറയാനാ?